നമസ്കാരം. കരൂർ ദുരന്തത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വിജയുടെ നാടകീയ നീക്കങ്ങൾ റീ എൻട്രി ഇതിനോടകം തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഫോൺ വിളി, DMK-യുടെ നീക്കം, ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം, വിജയ് എന്ന് പറയുന്ന നടനെ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾക്ക് വരെ വലിയ കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ അത്തരത്തിലാണ്. കൂടുതൽ ഇദ്ദേഹത്തിന്റെ സിനിമയും രക്ഷക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമകളാണ്. ഒന്നല്ലെങ്കിൽ ഇദ്ദേഹം ഒരു നാടിനെ രക്ഷിക്കുന്ന കഥയാകും, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെ രക്ഷിക്കുന്ന കഥയാകും. ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് പൊതുവെ വിജയുടെ ചിത്രങ്ങൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നന്മപര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കൊണ്ട് പൊതുവെ ആളുകൾക്ക് ഇദ്ദേഹത്തിനോടൊരു മമത കൂടുതലാണ്. വിജയ് എന്ന് പറയുന്ന നടൻ സിനിമാക്കാരെ സംബന്ധിച്ച് ഒരു രാശി നടനാണ്. ഇദ്ദേഹത്തെ വെച്ച് സിനിമ എടുക്കുകയാണെങ്കിൽ ആ സിനിമ പൊട്ടിപ്പോയാലും മുടക്കുമുതലും ലാഭവും ലഭിക്കുമെന്നൊക്കെയാണ് ഇദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ തന്നെ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രങ്ങൾ കുറിച്ചുകൊണ്ട് തന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പലപ്പോഴും പല സിനിമകളുടെ കളക്ഷൻ കൊണ്ട് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് വിജയ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 150 കോടിയും 200 കോടിയും ഒക്കെ പ്രതിഫലം മേടിച്ചാണ് വിജയ് പലപ്പോഴും അഭിനയിക്കാറുള്ളത്. പക്ഷെ ഇദ്ദേഹം അങ്ങനെ അധികം ആരെയും ഒന്നും റിയൽ ലൈഫിൽ സഹായിച്ച് നമ്മൾ കേട്ടിട്ടുമില്ല. ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഇടക്കാലത്താണ് BJP-ക്കെതിരെയൊക്കെ അതിശക്തമായിട്ടുള്ള പല ഡയലോഗുകളും ഒക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. അതൊക്കെ വലിയ വിവാദമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മെർസൽ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ അത് കണ്ടു, തെറി എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ അങ്ങനെ കണ്ടു. അങ്ങനെ പല സിനിമകളിൽ, കത്തി എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ അങ്ങനെ കണ്ടു. അങ്ങനെ പല സിനിമകളിൽ BJP രാഷ്ട്രീയത്തെ ഒക്കെ ഇദ്ദേഹം വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വലിയ മുതൽക്കൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ നന്നായിരിക്കുമെന്നൊക്കെ ചിലരൊക്കെ വിലയിരുത്തി. ഇതൊക്കെ ഒരു തിരക്കഥാകൃത്ത് എഴുതി കൊടുത്ത് പറയിപ്പിക്കുന്നതാണ് എന്ന് പോലും ബോധമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഇദ്ദേഹം മുഖ്യമന്ത്രിയായ കൊള്ളാം എന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഫാൻസ് മുഴുവൻ വിജയിനെ ഒരു രാഷ്ട്രീയ നേതാക്കാനുള്ള ചട്ടങ്ങൾ കെട്ടിക്കുന്നതിനുള്ള ഒരു സെറ്റപ്പിലേക്കൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായി. ജയലളിതയും MGR-നെയും ഒക്കെ പറ്റി വിജയനോട് പറഞ്ഞ് വിജയ്ക്കും അല്ലെങ്കിൽ വിജയുടെ ഉള്ളിലെ ആ മോഹം, ഒരു രാഷ്ട്രീയക്കാരന്റെ മോഹം അവർ വളമിട്ട് അങ്ങ് വലിയ രീതിയിൽ തന്നെ വളർത്തിയെടുത്തു. ഇതിനിടയിൽ 2009 വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന ഒരു ഫാൻ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫാൻ ക്ലബ്ബ് പിന്നീട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കുറച്ച് സീറ്റുകൾ നേടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതൊക്കെ കണ്ടോടുകൂടി തന്നെ വിജയും വിചാരിച്ചു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ നമുക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് വിജയ്ക്ക് തോന്നി. വിജയ്ക്ക് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി കൊടുത്തു ഈ പറയുന്ന ആരാധക വൃന്ദങ്ങൾ. പിന്നീട് നമ്മളെല്ലാവരും കേൾക്കുന്നത് തമിഴ് വെട്ടിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കുറിച്ചാണ്. ആ പാർട്ടിയുടെ അധ്യക്ഷനായി അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് വിജയ് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? അതായത് ഒരു വലിയ BGM ഇട്ട് സിനിമ സ്റ്റൈലിലൊക്കെ അദ്ദേഹം വരുന്നു. വന്ന ശേഷം സിനിമ മോഡൽ ഡയലോഗുകൾ അടിക്കുന്നു. BJP-ക്കെതിരെ DMK-ക്കെതിരെ ഒക്കെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ ഘട്ടം പൂർത്തിയാക്കുന്നു. ശേഷം ഇദ്ദേഹം നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു ഇടത്ത് പോലും BJP-യെ ഇദ്ദേഹം ശക്തമായി വിമർശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഉടനീളം DMK-യെ വിമർശിക്കുന്ന വിജയ് ആയിരുന്നു. മാത്രവുമല്ല, ഇദ്ദേഹം നടത്തുന്ന പരിപാടികളിൽ രാഷ്ട്രീയം പൊതുവായി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങ് പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയം പറയാതെ ഈ കാണാൻ വരുന്ന അണികളെ ആവേശത്തിലാഴ്ത്തുന്ന വിജയെയാണ് നമുക്ക് പലപ്പോഴും ഈ മാനാടിൽ കാണാൻ സാധിക്കുന്നത്. വിജയ് എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഏതോ ഒരു സിനിമയുടെ ഭാഗമായി, ഒരു പ്രമോഷന്റെ ഭാഗമായി തന്റെ അണികളെ ആവേശഭരിതരാക്കുന്നത് പോലെ എന്തൊക്കെയോ ഡയലോഗുകൾ, കുറെ സിനിമകളിലെ ഡയലോഗുകളൊക്കെ വാരി വിതറി അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ഒരു ആവേശത്തിലാഴ്ത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇയാൾ രാഷ്ട്രീയം ഒരു വേദിയിലും വ്യക്തമായി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ വാ തുറക്കുന്നത് DMK-ക്കെതിരെ അതും ഇതും ഒക്കെ പറയാനാണ്. അതിലും ഒരു വ്യക്തതയില്ല എന്നത് മറ്റൊരു കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംസ്ഥാന വ്യാപകമായി വിജയ് ഇങ്ങനൊരു പര്യടനം നടത്താം. 38 ജില്ലകളിലൂടെയും കടന്നുപോയി തന്റെ പാർട്ടിയെ വളർത്തിക്കൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് പിടിക്കാം എന്ന ഒരു നീക്കത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ അതിന്റെ ഭാഗമായി തിരുച്ചിറപ്പള്ളിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഒരാൾ അവിടെ മരണമടയുന്നുണ്ട്. പക്ഷെ അവിടെയാണ് വിജയ്ക്ക് ആദ്യ പിഴവ് സംഭവിക്കുന്നത്. അതായത് ഒരാൾ അവിടെ മരിച്ചു വീണിട്ടും ആ മരിച്ചു വീണ കുടുംബത്തിന് ഒന്ന് കാവലാകാനോ കരുതലാകാനോ അനുശോചനം രേഖപ്പെടുത്താനോ വിജയ്ക്ക് കഴിയാതെ പോയി.
പിന്നീട് ഈ കേസ് കോടതിയിലേക്ക് എത്തുന്നുണ്ട്. മദ്രാസ് ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നു, ഇത്തരത്തിൽ റാലി സംഘടിപ്പിക്കുമ്പോൾ വലിയ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ ആര് ഇതിന് ഉത്തരവാദിത്വം പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് വിജയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. മറിച്ച് ഇത്തരം കൂട്ടം ഉണ്ടാകുമ്പോൾ, ഇത്തരം വലിയ റാലികൾ സംഘടിപ്പിക്കുമ്പോൾ, ആളുകൾ വന്നു ചേരുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് നേതാവാണെന്ന് വിജയ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും വിജയ് കേട്ട മൊട്ടെ നടിക്കുന്നില്ല. മാത്രമല്ല, തുടക്ക സമയത്ത് തന്നെ ഒരു മരണം, സ്വന്തം അണിക്കൊരു മരണം സംഭവിച്ചിട്ട് പോലും ഇടപെടാത്ത വിജയെ എല്ലാവരും നോക്കിയിരുന്നു. പിന്നീട് പല വേദികളിലും വിജയെ കാണാൻ വേണ്ടിയൊക്കെ വന്ന പല അണികളെയും ഒക്കെ ബൗൺസർമാരെടുത്ത് എറിയുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ആ സമയത്തൊന്നും വിജയ് ഇവരെ തടയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ ഉണ്ടായി. ഒരു 7 പരിപാടി നടന്നു. ആ 7 പരിപാടി നടക്കുന്നതിനിടയിൽ 6ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട ഒരാൾക്ക് പോലും ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടോ വിജയ് വേദികളിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നതുമൊക്കെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. അതിനിടയിലാണ് കരൂരിൽ ഇങ്ങനെ ഒരു റാലി സംഘടിപ്പിക്കുന്നത്. ഈ റാലിക്കിടയിൽ ഇപ്പൊ 41 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇതൊരു സ്പോൺസേഡ് കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിലവിൽ കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ആ പ്രദേശത്ത്, ആ 4 വരിപ്പാതയിൽ ഇങ്ങനൊരു പരിപാടി നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം വിജയ്ക്ക് നന്നായി അറിയാം. കാരണം വലിയ ഒരു മൈതാനത്ത് തന്നെ പരിപാടി നടത്തുമ്പോൾ തന്നെ അവിടെ തന്നെ വന്നെത്തുന്ന ആളുകൾക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് വിജയെ പോലൊരു നടൻ നടു റോട്ടിൽ അവതരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വന്ന് കൂടുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വന്ന് വീഴുന്നവർ വന്ന് വീഴട്ടെ, എന്റെ കൂടെ കൂടുന്ന കൂട്ടങ്ങളെ കണ്ട് DMK ഞെട്ടട്ടെ എന്ന് വിജയ് അങ്ങ് തീരുമാനമെടുത്തു. മരണങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നേരത്തെയൊക്കെ മരണങ്ങൾ സംഭവിച്ചിരുന്നല്ലോ, ആ നേരത്തൊക്കെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന നിലപാട് തന്നെ വിജയ് സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ശ്വാസം മുട്ടിയും വെള്ളം കിട്ടാതെയും ഒക്കെ 41ഓളം ആളുകൾ മരിക്കുമ്പോൾ അത് ഗർഭിണികളുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും വിജയ് ഒരു ഇടപെടലും നടത്താതെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. രക്ഷകനെയല്ല, വില്ലനായ വിജയെയാണ് കരൂരിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ എന്താണ് സന്ദർഭം? TVK എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് വിജയ് മുങ്ങിയപ്പോൾ അവിടെ DMK എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള അവിടെ സ്റ്റാലിൻ അവതരിക്കുന്നുണ്ട്. ആ സ്റ്റാലിൻ അവർക്ക് കരുതലായി മാറുന്നുണ്ട്. രക്ഷകൻ വില്ലനായി മാറുമ്പോൾ വില്ലൻ എന്ന് പറഞ്ഞു നടന്ന ആ വില്ലൻ ഇവിടെ രക്ഷകനായി മാറുന്ന കാഴ്ചയാണ് കരൂരിൽ കാണാൻ സാധിച്ചത്. അവിടെ ആ ദുരന്തബാധിതർക്ക് കരുതലായി, താങ്ങായി സ്റ്റാലിൻ മാറുന്നു. സ്റ്റാലിൻ അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാകണമെന്ന് TVK നേതാവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും DMK നേതാക്കളും ഒക്കെ എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? ഇക്കുറി വിജയ് ആകെ പെട്ടുപോയി. വിജയ് അവിടെ നിന്ന് സ്വകാര്യ ഫ്ലൈറ്റിൽ ചെന്നൈയിലെത്തി തന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ ഇത്തവണ വിജയ ഭാഗ്യം തുറച്ചില്ല. വിജയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങി. സത്യരാജ് അടക്കമുള്ള, കമൽഹാസൻ അടക്കമുള്ള, രജനികാന്ത് അടക്കമുള്ള അങ്ങനെ പ്രധാനപ്പെട്ട പല സിനിമാ നടന്മാരുമൊക്കെ വിജയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. വിജയ് ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് വിശാൽ അടക്കമുള്ള നടന്മാർ പറയാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ വിജയ് പെട്ടു. അതിനുശേഷം ഗത്യന്തരമില്ലാതെ വിജയ് ധനസഹായം പ്രഖ്യാപിക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചതിനേക്കാൾ 1 ലക്ഷം രൂപ, അതായത് 2 ലക്ഷം രൂപയാണ് വിജയ് പ്രഖ്യാപിച്ചത്. പക്ഷെ അതുകൊണ്ടൊന്നും വിജയ് നിൽക്കില്ല. വിജയ്ക്ക് മനസ്സിലായിരിക്കുന്നു പണി പാളിയെന്ന്. പിന്നീട് ഇതൊക്കെ DMKയുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമം നടത്തി. ഈ അപകടത്തിന് കാരണം DMK ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതെല്ലാം പരാജയപ്പെട്ടു. 10,000 ആളുകൾ മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരിടത്ത് എങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. മാത്രമല്ല, അനുമതി തേടിക്കൊണ്ട് കൊടുത്ത കത്ത് പുറത്തു വന്നു. ആ കത്തിൽ 10,000 ആളുകളെ പങ്കെടുക്കുകയുള്ളൂ എന്ന് സർക്കാരിനോടും പോലീസിനോടും പറഞ്ഞിട്ടുള്ളതായിട്ട് കാണാൻ സാധിച്ചു. മാത്രമല്ല, 23 നിർദ്ദേശങ്ങൾ സർക്കാരും പോലീസും TVK നേതാവിന് കൊടുത്ത കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. മദ്രാസ് ഹൈക്കോടതിയുടെ വിധി പോലും ലംഘിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ വിജയ് പറയുന്നത് മുഴുവൻ നുണയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ വിജയ് പുതിയൊരു നീക്കത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. അതാണ് പുതിയ നീക്കം. തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് വിജയ് പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ വിജയ്ക്ക് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് വിജയ് സ്വയം അറസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി ഇപ്പോൾ ശ്രമം നടത്തുകയാണ്. കരൂരിലുടനീളം കുറെ പോസ്റ്റുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പോസ്റ്റുകളിൽ പറയുന്നത് വിജയ് ഒരു കൊലയാളിയാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. വിജയ് അറസ്റ്റ് ചെയ്താൽ വിത്തിൻ സെക്കൻഡ് വിജയുടെ PR ടീം പുതിയൊരു സഹതാപ തരംഗവുമായി രംഗത്തേക്ക് ഇറങ്ങും. സ്റ്റാലിനെതിരെ എല്ലാ കഥകളുമായി രംഗത്തേക്ക് ഇറങ്ങും. സ്റ്റാലിൻ എന്തായാലും പൊതുവെ വിജയനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി പറഞ്ഞാൽ മാത്രം വിജയ് അറസ്റ്റ് ചെയ്യാമെന്നുള്ള നിലയിലേക്കാണ് മാറുന്നത്. വിജയ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വില്ലനായിട്ടുള്ള വിജയ് പെട്ടെന്ന് ഹീറോ ആകുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി ഇരുവരെയും കോൾ ചെയ്യുന്നുണ്ട്. അണികൾ മരിച്ചതിൽ അനുശോചനമാണ് വിജയ് വിളിച്ച് അറിയിക്കുന്നതെങ്കിൽ സ്റ്റാലിനെ വിളിച്ച് ചോദിക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ ദുരന്തം ഉണ്ടായതെന്നും ദുരന്ത ബാധിതർക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നും മറ്റുള്ള ചികിത്സാ കാര്യങ്ങളും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ഇതിനോടൊപ്പം തന്നെ വാർത്തയായി മാറിയിട്ടുണ്ട്. എന്തായാലും വിജയ്
അവിടെ നിന്ന് അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ റീ എൻട്രിക്ക് വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ TVK എന്ന് പറയുന്ന പാർട്ടി മുച്ചൂടും തകർന്നു എന്ന് പറയാതെ വയ്യ. കരൂരിൽ അടങ്ങിയിരിക്കുന്നു, അടങ്ങിയിരിക്കുന്നു വിജയുടെ പാർട്ടി എന്നുള്ളതാണ്. DMK എന്ന് പറയുന്ന പാർട്ടിയെ തകർക്കാൻ ഇറങ്ങി അവസാനം DMK എന്ന് പറയുന്ന പാർട്ടിയെ തുറന്നു കാട്ടിക്കൊണ്ട് DMKക്ക് ഒരു ഊർജം നൽകിക്കൊണ്ട് DMKക്ക് ഒരു തുടർഭരണ സാധ്യത കുറിച്ചുകൊണ്ട് അവസാനം TVK കരൂരിൽ അവസാനിച്ചു എന്ന് പറയുന്നതാകും ശരിയെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.